ക്രിസ്മസ് ആവാറായല്ലേ, അതുകൊണ്ട് തന്നെ നമ്മളിന്ന് പോകാൻ പോകുന്നത് ഒരു ക്രിസ്മസ് വില്ലേജിലേക്കാണ്. ഇവിടെ ന്യൂജേഴ്സിയിൽ ഒരുപാട് ക്രിസ്മസ് വില്ലേജുകളുണ്ട്. പക്ഷേ എങ്കിൽ നമ്മളിന്ന് പോകാൻ പോകുന്നത് പെൻസിൽവാനിയയിലെ ക്രിസ്മസ് വില്ലേജിലേക്കാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്കിനി പോകുന്ന വഴിയിൽ പറയാം. ഇവിടുന്ന് ഏകദേശം ഒരു 2 മണിക്കൂറോളം ഉണ്ട് കേട്ടോ യാത്ര. അപ്പോൾ വൈകിട്ടാണ് അവിടുത്തെ പരിപാടി. ഒരു 4 മണി തുടങ്ങി രാത്രി ഒരു 9 മണി വരെ, അങ്ങനെയാണ് അവിടുത്തെ പരിപാടി. കൂടുതലൊന്നും എനിക്കറിയില്ല, അവിടെ ചെന്നാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിനി സമയം കളയേണ്ട, വേഗം തന്നെ പോകാം. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു സംഭവം കാണാൻ വേണ്ടി പോണത്. അതിൻ്റേതായ ഒരു ആകാംക്ഷയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം കേട്ടോ. എന്നിട്ട് വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമുക്ക് വേഗം തന്നെ പോകാം. നമ്മൾ ഇന്ന് ഉൾവഴികളിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറേ ടൈം എടുത്തായിരുന്നു അവിടെ എത്താനായിട്ട്. പക്ഷേ എങ്കിൽ അത്ര വലിയ നല്ല പച്ചപ്പ് ഹരിതാഭമൊന്നും കാണാനില്ലെങ്കിലും കുറേ വീടുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാ വീടുകളും എന്ത് ഭംഗിയായിട്ടാണെന്നോ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എങ്കിൽ ഞാൻ അതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങൾ എന്തായാലും അതെല്ലാം ആസ്വദിച്ച് തന്നെയാണ് പോയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പാലം കടന്നു കഴിഞ്ഞാൽ പെൻസിൽവാനിയ സ്റ്റാർട്ട് ചെയ്യണ്. ഇതേ അവിടെ എഴുതി വെച്ചേക്കണുണ്ടോ, വെൽക്കം ടു പെൻസിൽവാനിയ. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പും ഈ വഴികളിലൂടെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. മറ്റേ ആ ഡെൽവെയർ വാട്ടർ ഗ്യാപ്പൊക്കെ നമ്മൾ പോയില്ലേ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലത്തിലൂടെയാണ്. അന്നൊക്കെ വേറൊരു ഭംഗിയായിരുന്നു, ഫുൾ പച്ചപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വേറൊരു ഭംഗിയായിരുന്നു. പക്ഷേ എങ്കിൽ ഇപ്പോൾ പച്ചപ്പില്ലെങ്കിലും ഭംഗിക്ക് കുറവൊന്നുമില്ല, വേറൊരു ഭംഗിയല്ലേ. ഇവിടെ ഇപ്പോൾ ഏത് സീസൺ ആയാലും ഭംഗി പലതരത്തിലാണ്. ഇപ്പോൾ അതേ മരങ്ങളിൽ ഇലയൊക്കെ പോയപ്പോൾ വേറൊരു രീതിയിലാണല്ലേ, നല്ല ഭംഗിയുണ്ട് എന്തായാലും കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു ലേക്കിൻ്റെ സൈഡിലൂടെയാണ് കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 2 സൈഡിലും ഫുള്ള് വീടുകൾ, മലകൾ, അങ്ങനത്തെ കാഴ്ചകളൊക്കെയാണ്. ഇവിടെ ഇപ്പോൾ 4:30 ആകുമ്പോഴത്തേക്കും സൂര്യൻ അസ്തമിക്കും കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 4:30 കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഏതാണ്ട് ഒരു 8:30 ആയിട്ട് അവിടെ എത്തുമ്പോഴത്തേനും. കാരണം വെച്ചാൽ എന്തൊരു ബ്ലോക്കായിരുന്നു എന്നറിഞ്ഞോ. ഈ ഒരു വില്ലേജിനോട് ചേർന്ന് തന്നെ 1 മണിക്കൂറോളം നമുക്ക് ബ്ലോക്കിൽ കിടക്കേണ്ടതായിട്ട് വന്ന്, കിലോമീറ്ററുകളോളം വരുന്നേ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു സ്ഥലത്ത് നല്ലൊരു തിരക്കാണ്. അപ്പോൾ കൊഴിയാർസ് ക്രിസ്മസ് വില്ലേജ്, അതാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ഇവരിട്ടേക്കണത്. അപ്പോൾ അതേ ഇവിടെ നോക്കിക്കണ്ടേ തിരക്ക്. ഇതൊക്കെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കണവരെ തിരക്കാണ്, ക്യൂ ആയിട്ട് നിൽക്കുകയാണ്. നമ്മളും കുറേ നേരം ക്യൂ ഒക്കെ നിന്നതിന് ശേഷമാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. നമ്മളങ്ങനെ അതേ അകത്ത് കയറി ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ കയറി വരുന്നിടത്ത് തന്നെ കുറേ കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അതായത് ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഒന്നും പേര് എനിക്ക് അത്ര അങ്ങോട്ട് അറിയില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോസോ വീഡിയോസൊക്കെ എടുക്കാം. അപ്പോൾ അതേ പാത്തുവിനും റാസിനും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പക്ഷേ എങ്കിൽ ഞാൻ നിന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും ആദ്യമായിട്ടാണ് ഈ ക്രിസ്മസിന് ഈ ക്രിസ്മസ് വില്ലേജ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിൽ ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണുന്നത്. എന്തൊരു തിരക്കാണെന്ന് അറിഞ്ഞാൽ. പിന്നെ മാത്രമല്ല ഇവിടുത്തെ തണുപ്പ്, എൻ്റെ പൊന്നെ, -2 ആയിരുന്നേ. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു തണുപ്പായിരുന്നു. അപ്പം നമുക്കാണെങ്കിൽ കാഴ്ച കാണുകയും വേണം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. ഇത് ശരിക്കും പറഞ്ഞാൽ കുഴിയാർ ഫാമിലി എന്ന് പറഞ്ഞ ഒരു ഫാമിലി നടത്തുന്ന ഒരു കൺസെപ്റ്റാണ് ഈ ഒരു ക്രിസ്മസ് വില്ലേജ്. 75 വർഷത്തോളമായിട്ടോ ഇവരിങ്ങനെ നടത്താൻ തുടങ്ങിയിട്ട്. അവരുടെ വീടുണ്ട് ഇതിൻ്റെ നടുക്കായിട്ട്, ഫുള്ളിങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ചേക്കണത്. അതിനോട് ചേർന്ന് തന്നെയുള്ള ഇങ്ങനെ സ്പേസിലാണ് കേട്ടോ, അതായത് ലേക്കിനോട് ചേർന്ന് തന്നെയാണ് ഇവർ ഫുള്ള് ഇതിങ്ങനെ സെറ്റ് ചെയ്തേക്കണം. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മളിങ്ങനെ കാണുന്നത് ചെറിയൊരു ഫാമാണ് കേട്ടോ. ആ ഫാമിനോട് ചേർന്ന് തന്നെയാണ് ഈ വീടും ഈ സ്ഥലവും എല്ലാം ഉള്ളത്. എന്തായാലും നല്ല രസമുണ്ടല്ലേ. പിള്ളേർക്കൊക്കെയാണ് കൂടുതലും ഇഷ്ടമാവുക ഇങ്ങനെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട്. ഇത് ഒരു 4 മണി തുടങ്ങി 9 മണി വരെയാണ് ഇതിൻ്റെ സമയം. ശനി ഞായർ ദിവസങ്ങളിലൊക്കെ 10 മണി വരെ ഉണ്ട് കേട്ടോ. ടിക്കറ്റ് കൊടുത്തിട്ട് വേണം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറാനായിട്ട്. എന്തായാലും എല്ലാവരും ഫോട്ടോയും വീഡിയോയും ഒക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട്. രാത്രി ആയതുകൊണ്ട് അത്ര അങ്ങനെ ക്ലിയർ ആവുന്നില്ലെങ്കിലും എല്ലാവരും അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഈ കാണുന്നത് ഒരു ലേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ലേക്കൊക്കെ തണുപ്പ് കൂടിയിട്ട് ഇങ്ങനെ ഫുൾ ഐസായിട്ട് കിടക്കുകയാണ്. എങ്കിൽ പോലും അതിൻ്റെ മേളിലൊക്കെ ഇങ്ങനെ ഓരോരോ ഈ ക്രിസ്മസിൻ്റെതായ സ്റ്റാറും അതും ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈ കാണുന്നതാണ് ഈ ഫാമിലിയുടെ വീട്. ഇങ്ങനെ ഫുള്ള് ലൈറ്റ് ഇട്ടേക്കണം കേട്ടോ, അതിൻ്റെ ഫ്രണ്ടും ബാക്കും ഒക്കെ. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ലേക്ക്. അതിൻ്റെ അറ്റത്തായിട്ടൊരു റോട്ടിൽ വണ്ടികൾ വന്നാണ്ടോ, ആ വഴി കൂടെയാണ് കേട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
ഇവിടുത്തെ തിരക്കിനെ കുറിച്ച് പറയാതിരിക്കലാണ്ടോ വേദം. വല്ലാത്തൊരു തിരക്ക് തന്നെയാണ്. എല്ലാവരും ഇത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു സാറ്റർഡേ ആണ്ടോ വന്നിട്ടുണ്ടായിരുന്നത് കൊണ്ടാണോ എന്നറിയില്ല. ഇവിടെ എനിക്ക് തോന്നണത് ഇവരിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ പോകുന്ന ആളുകളാണല്ലോ. പ്രത്യേകിച്ച് കാഴ്ചകളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇവിടെ ഉള്ളവരൊക്കെ. അതുകൊണ്ട് തന്നെ എല്ലാം എവിടെ ചെന്നാലും നല്ല തിരക്കായിരിക്കും. പ്രത്യേകിച്ച് രാത്രിയിൽ ഈ തണുപ്പൊന്നും ഇവിടെ ഉള്ള ആളുകൾക്കൊന്നും ഒരു പ്രശ്നമേ അല്ല. നമുക്കാണ് തണുപ്പൊക്കെ ഭയങ്കര പ്രശ്നം. ഇതിൻ്റെ ഇടയിലൊക്കെ ഇവർ കൂടുതലും സെറ്റ് ചെയ്ത് വെച്ചേക്കണ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോരോ രൂപങ്ങളാണ്. അതായത് ഓരോരോ കാർട്ടൂൺ കഥാപാത്രങ്ങൾ, അതുപോലെ തന്നെ പല പല രാജ്യങ്ങളിലുള്ളവരുടെ ഓരോരോ രൂപങ്ങൾ, അവരൊക്കെ എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിക്കുക അങ്ങനത്തെ ഒരു രീതിയിൽ ആണ്ടോ അവരതെല്ലാം ഓരോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണത്. എന്തായാലും ഇവരുടെ കൺസെപ്റ്റ് അടിപൊളിയായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഇങ്ങനെ ഓരോ രാജ്യങ്ങളിലുള്ളവരെ വേഷങ്ങൾ ഇട്ടിട്ട് അവരെങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിക്കണേന്നുള്ളതിൻ്റെ ആ ഒരു രീതിയാണ് അവിടെ വച്ചേക്കണം. പിന്നെ മാത്രമല്ല ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഹട്ടുകളൊക്കെ ഉണ്ട്, ഇങ്ങനെ കുടിൽ പോലെ. അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഇങ്ങനെ ഓരോന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയൊക്കെ എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിക്കുക അതിൻ്റെ രീതിയിലുള്ള ഓരോരോ സ്റ്റോറികളാണ് ഇവർ ഓരോ കുടിലിൻ്റെ ഉള്ളിലും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. ഇങ്ങനെ പാവക്കുട്ടികളെയൊക്കെ വെച്ച് എന്തായാലും നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഷോപ്പുകളുണ്ട്, ഗിഫ്റ്റ് ഷോപ്പുകൾ, പിന്നെ നമുക്ക് ഡ്രസ്സുകളൊക്കെ വേണ്ട ഷോപ്പുകൾ, പിന്നെ റെസ്റ്റോറൻറ്റുകൾ, അങ്ങനെ അതൊക്കെ ഇതിൻ്റെ അകത്ത് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തണുപ്പൊക്കെ കൂടുമ്പോൾ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഷോപ്പിൻ്റെ ഉള്ളിലൊക്കെ പോയിരിക്കുക. ഷോപ്പിൻ്റെ ഉള്ളിൽ എന്തായാലും ഹീറ്ററും കാര്യങ്ങളൊക്കെ ഇരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ മിക്ക ഷോപ്പും നല്ല തിരക്കാണ്ടോ. ആളുകൾ എന്താ പറയുക, വെറുതെ പോയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കും. കുറച്ച് നേരം ഇങ്ങനെ ഒരു ചൂടൊക്കെ കിട്ടുമല്ലോ, ഈ തണുപ്പിൽ നിന്നും ഒരു രക്ഷ നേടണ പോലെ. അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു രസം ഉണ്ടായിരുന്നുണ്ട്. ഇത് ഒരുപാട് നേരം ഉണ്ടായിരുന്നു ഇങ്ങനെ നടക്കാനായിട്ട്. ഇവരിങ്ങനെ നമ്മൾ ഈ സാധാരണ എക്സിബിഷനൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വഴികളൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു വില്ലേജ് തന്നെ അവർ അതേ രീതിയിലാണ് ഇങ്ങനെ സെറ്റ് ചെയ്തേക്കണത്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ പോകും. ഇടയ്ക്ക് എക്സിറ്റ് ഒന്നും ചെയ്ത് പോകാൻ പറ്റൂല എന്നാണ്ടോ തോന്നണത്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ലൈനായിട്ട് ഒരു വഴി, ഒരു ഇങ്ങനെ കുഞ്ഞു വഴി ഇങ്ങനെ പോയേക്കാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിക്കാണ്ടോ നമ്മളിതേ ഇവിടെ ഒരു മണി കണ്ടത്. നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞ് ആ മണി അടിക്കുക, അതിന് ശേഷം അതിൻ്റെ താഴെ ഒരു കിണറുണ്ട്, ആ കിണറിൽ ഒരു കോയിൻ ഇടണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാര്യം സാധിക്കുമെന്നും പറഞ്ഞ് ഇങ്ങനെ അവരിങ്ങനെ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ്ടോ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കണം. എവിടെ ഇങ്ങനെ എഴുതി വെച്ചേക്കണാണ്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. കിണറിൽ കോയിൻ ഇട്ടാൽ മതി, എന്നിട്ട് മണി അടിക്കുക, അപ്പോൾ നമ്മുടെ കാര്യം സാധിക്കും. അങ്ങനെയൊക്കെയാണ് ഒരു രസം അങ്ങനെ. അപ്പോൾ അങ്ങനത്തെ വളരെ രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാം ഒന്നും വീഡിയോയിൽ പകർത്തിയിട്ടില്ല. കാരണം വെച്ചാൽ ഇത് കാണുമ്പോൾ നിങ്ങൾക്കത് എത്രമാത്രം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം വെച്ചാൽ ഫുള്ള് ഇങ്ങനെ ലൈറ്റ് ഇട്ട് വെച്ചാൽ പറഞ്ഞാൽ ഏത് ഭാഗത്ത് നോക്കിയാലൊക്കെ ഒരേപോലെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുള്ളൂ. എനിക്കും ഫസ്റ്റൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. പക്ഷേ പിന്നെ നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് അങ്ങനെയൊന്നും അല്ല, ഓരോന്നിനും ഓരോരോ കഥകൾ പറയാനുണ്ടെന്ന്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഇങ്ങനെ ഓരോ കുതിര വണ്ടിയാണെങ്കിലും ഇങ്ങനെ ഗിഫ്റ്റ് കൊണ്ടുപോകുന്ന വണ്ടി, അങ്ങനെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഓരോരോ കാര്യങ്ങളാണ് കേട്ടോ ഇവരിങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. ഇവിടെ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിപ്പോൾ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു സംഗതിയാണല്ലോ. ഞാൻ പറഞ്ഞില്ല 75 വർഷത്തോളം പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളവരൊക്കെ മിക്കവരും ഇതൊക്കെ കണ്ടിട്ടുണ്ടാവണം. അപ്പോൾ അങ്ങനെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് വന്ന് കാണാം കേട്ടോ. ഇതിപ്പോൾ ഇവിടെ മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. നമ്മുടെ ന്യൂജേഴ്സിയിലുണ്ട്, ന്യൂയോർക്കിലുണ്ട്, പെൻസിൽവാനിയയിലുണ്ട്. എവിടെ നോക്കിയാലും ഇതുമാതിരത്തെ ഓരോരോ വില്ലേജുകളൊക്കെയാണ്. കൂടുതലും ഇവിടുത്തെ ഈ ഫാം ഹൗസുകളൊക്കെ അവരൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഇതേമാതിരി ഇങ്ങനെ സെറ്റ് ചെയ്യും കേട്ടോ, ഇങ്ങനെ ഓരോ സീസൺ അനുസരിച്ച്. ഇപ്പം അന്ന് താങ്ക്സ് ഗിവിങ്ങിനും ഇതുമാതിരിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും നമ്മൾക്ക് ഇതേപോലെയൊന്നും വരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതേ നമ്മളൊരു ഷോപ്പിൻ്റെ അകത്താണ്ടോ കയറിയേക്കണത്, അതായത് ഡ്രസ്സ് ഷോപ്പുകൾ. ഇവിടെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരുപാട് ടീഷർട്ടുകളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ തൊപ്പികൾ, ഷോക്സുകൾ, പിന്നെ സുവനീർ, അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെയാണോ ഈ ഷോപ്പിലുണ്ടായിരുന്നത്. പക്ഷേ നല്ല റേറ്റാണ് എല്ലാത്തിനും. ടീഷർട്ടിനൊക്കെ എന്ത് വിലയാണെന്ന് അറിഞ്ഞാൽ അത് പിന്നെ അല്ലെങ്കിൽ ഏത് ടൂറിസ്റ്റ് സ്പോട്ടിൽ ചെന്നാലും അങ്ങനെ ആയിരിക്കുമല്ലോ, നല്ല വിലയാണ്. ഈ ക്രിസ്മസിനൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ പിള്ളേർക്കൊക്കെ ഇടാം. അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് പിന്നെ അങ്ങനെയൊന്നുമല്ലോ, അല്ലാതെ ഫംഗ്ഷനൊക്കെ നടത്താനും മെക്കത്തിനൊക്കെ വേണ്ടിയിട്ട് ടീഷർട്ടുകളൊക്കെ ഉപയോഗിക്കാം. ഇങ്ങനെ ഓരോരോ പേരുകളൊക്കെ ആയിട്ട്. അപ്പോൾ അതേ ഇത് കണ്ടില്ല, ഇങ്ങനെ ഇതേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ തൊപ്പിയും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്ത് കുറച്ച് നേരം ചുറ്റിക്കറങ്ങി വീണ്ടും പുറത്തേക്കൊക്കെ ഇറങ്ങി.
അപ്പോൾ ഒരു 1 മില്യൺ ലൈറ്റുകളൊക്കെയാണ് ഇവിടെ ഇട്ടേക്കണേന്നാണ് കേട്ടോ നമ്മളത് അറിയാൻ കഴിഞ്ഞത്. ദൂരെ ലൈറ്റുകളാണെന്ന് അറിഞ്ഞാൽ പെട്ടെന്ന് നോക്കിയാലും ലൈറ്റുകളാണ്, നല്ല ഭംഗിയാണ്. ഞാൻ നേരത്തെ ലേക്കിൻ്റെ സൈഡിൽ നമ്മൾ വന്ന ഒരു വഴി കാണിച്ചു തന്നില്ലേ, ആ വഴിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഈ വില്ലേജിൻ്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ കിട്ടും കേട്ടോ. അത് നല്ലൊരു ഭംഗിയാണ് അത് കാണാനായിട്ട്. അപ്പോൾ അതേ നമ്മൾ വീണ്ടും ഒരു കുടിലിൻ്റെ അകത്ത് സെറ്റ് ചെയ്തേക്കണ ഭാഗത്ത് വന്നേക്കാണ്. അപ്പോൾ ഇത് ഓരോന്ന് പറയാനാണെങ്കിൽ എനിക്കറിയില്ല കേട്ടോ, ഇത് ഓരോന്നിനും ഓരോ കഥകളാണ്. അതായത് ഒരു പണ്ടത്തെ ക്രിസ്മസ് അങ്ങനെയൊക്കെയാണ് ഇവർ സെറ്റ് ചെയ്തത്. പണ്ട് അതായത് ഒരു 100 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു ക്രിസ്മസ് ഒക്കെ ഇവർ ആഘോഷിച്ചിരുന്നത്, അതിൻ്റെ രീതിയിലുള്ള ഒരു കൺസെപ്റ്റാണ് ഇവർ ഓരോ കുടിലിൻ്റെ അകത്തും ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, ക്രിസ്മസുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ഇതൊക്കെ പറയാൻ പറ്റും കേട്ടോ കഥകൾ. എനിക്ക് കൂടുതലൊന്നും അറിയില്ല. നമ്മളിതൊക്കെ കണ്ട് ജസ്റ്റ് ഇങ്ങനെ ഫോട്ടോയും വീഡിയോയൊക്കെ എടുക്കുക, കാഴ്ചകൾ ആസ്വദിക്കുക, അത്രയൊക്കെ നമുക്കറിയാൻ പാടുള്ളൂ. അപ്പോൾ അതേ നമ്മൾ വീണ്ടും വേറൊരു ഷോപ്പിൻ്റെ അകത്ത് കയറാമെന്ന് വിചാരിച്ചിട്ട്, അവിടെയൊക്കെ നല്ല തണുപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് അകത്ത് കയറി നിൽക്കാമല്ലോ എന്ന് വിചാരിച്ച് ഇതേ ആളുകളൊക്കെ കണ്ടില്ലേ. എല്ലാവരും സാധനം മേടിക്കാനൊന്നും അല്ല കേട്ടോ കയറിയേക്കണേ, കുറച്ച് നേരം ഒന്ന് ചൂട് കൊണ്ട് നിൽക്കാമല്ലോ എന്ന് വിചാരിച്ച് വെറുതെ ഈ ഷോപ്പിൻ്റെ അകത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആളുകൾ അവിടെയൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട്. എന്തോരം കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ടാണെന്ന് അറിഞ്ഞോ ഇതൊക്കെ കാണാനായിട്ട് വന്നേക്കണത്. എല്ലാവരും ഇങ്ങനെ ആസ്വദിക്കുന്നുണ്ട്, നല്ല രസമുണ്ട്. പിള്ളേർക്കൊക്കെ ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. പക്ഷേ ഇവിടെ പാത്തൂനും പ്രാസിനും തണുപ്പടിച്ചിട്ടാണെന്ന് തോന്നുന്നു, അവർക്കിത് വലിയ ആസ്വാദനമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇത് കണ്ടില്ലേ, തണുത്തിട്ട് അവർക്ക് രണ്ടുപേർക്ക് മാത്രമല്ല ഞങ്ങൾക്ക് 4 പേർക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ഇതൊന്നും അങ്ങനെ തണുപ്പ് അങ്ങനെ അനുഭവിച്ച് അങ്ങനെ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ. ആദ്യമായിട്ടല്ലേ ഇത്രയും -2 പോണത്. നല്ല തണുപ്പായിരുന്നേ, നമ്മുടെ മൂക്കൊക്കെ അങ്ങോട്ട് തണുത്ത് മരവിച്ചിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. കാര്യം കയ്യോറയും സംഭവവും ഒക്കെ കോട്ട് സൂട്ടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മളിതേ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വെറുതെ അവിടെ ഇരുന്ന് സമയം കളയാൻ പറ്റില്ലല്ലോ, ഇത് മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങണം. അങ്ങനെ നമ്മളിതേ ഇപ്പോൾ ഉണ്ണിയേശുവിനെ സെറ്റ് ചെയ്തേക്കണ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് അവർ അറേഞ്ച് ചെയ്തേക്കണത്. ഇങ്ങനെ ഫുള്ള് ഒരു കുഞ്ഞു കുടില് പോലെ അതിൻ്റെ അകത്തായിട്ടാണ് ഇവരിങ്ങനെ ചെയ്തേക്കണത്. അങ്ങനെ കുറേ നേരം അതൊക്കെ നോക്കിയിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഇങ്ങനെ എല്ലാം അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണതേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു ആ ഭാഗത്തൊക്കെ. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾ വരുന്ന വഴിയിലൊക്കെ ഇവിടുത്തെ വീടുകളൊക്കെ എന്തു ഭംഗിയാണെന്ന് അറിഞ്ഞോ അലങ്കരിച്ച് വെച്ചേക്കണത് കാണാനായിട്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ക്രിസ്മസ് ആകുമ്പോഴത്തേനും വീടുകളൊക്കെ ഇങ്ങനെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്യും. ഇവിടെ എൻ്റെ പിന്നെ ഒരു രക്ഷയിലാട്ടോ, എനിക്ക് വീഡിയോ എടുക്കാനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ അതും കൂടി എടുത്തു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതൊന്നും വീഡിയോ എടുക്കാതിരുന്നത്. എന്തായാലും എന്ത് ഭംഗിയാണെന്ന് പറഞ്ഞാൽ അത് രാത്രി ആകുമ്പോഴാണ് ഫുള്ള് ഇങ്ങനെ, അതും വലിയ വീടുകളൊക്കെയാണല്ലോ, ഇങ്ങനെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് എന്ത് രസമാണെന്ന് അറിഞ്ഞോ. നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ടൗണിൽ നിന്നൊക്കെ മാറി ഒരുപാട് ഉള്ളിലായിട്ടാണ് കേട്ടോ ഇപ്പോൾ വന്നേക്കണത്. ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പറയാം. നമ്മൾ വന്ന വഴിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗത്തേക്കൊക്കെ വന്നപ്പോൾ ഒരു അനക്കോ ലൈറ്റോ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതായത് ഈ ഒരു വില്ലേജിൻ്റേതായ ഒരു ലൈറ്റുകൾ. പക്ഷെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നെ പറയാതിരിക്കാൻ വയ്യാട്ടോ, എന്തൊരു ലൈറ്റായിരുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യൂ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അടിപൊളി വ്യൂ ആയിരുന്നേ. അതെ ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഇങ്ങനെ മഞ്ഞ് പെയ്ത് കഴിഞ്ഞാൽ ഇവിടത്തേക്ക് ക്രിസ്മസ് എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെയൊക്കെ ഓരോ കൺസെപ്റ്റൊക്കെയാണ്. ഞാൻ നേരത്തെ കാണിച്ചതൊക്കെ ഇങ്ങനെ ഓരോരോ കൺസെപ്റ്റുകളൊക്കെ ഉണ്ട്. ഞാൻ ഓരോന്നും അതിൻ്റെ സ്റ്റോറികൾ പറയുന്നില്ല. അവരിങ്ങനെ ഓരോന്നിൻ്റെയും ഓരോ കുടിലിൻ്റെയും ഇങ്ങനെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്താണ് സംഭവം എന്നുള്ളത്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, 100 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ സ്കൂളുകളൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഏകദേശം ഒരു രൂപം അതാണ് ഇവിടെ ഈ കാണിച്ചേക്കണത്. അങ്ങനെ ഓരോരോ സ്റ്റോറികൾ ഇട്ട ഓരോന്നെല്ലാം നല്ല രസം ഉണ്ടായിരുന്നേ കാണാനായിട്ട്. വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, ഇത് ഒരു കേക്ക് ഉണ്ടാക്കണ ഒരു കൺസെപ്റ്റാണ് ഈ കാണുന്നത്. ക്രിസ്മസിന് കേക്കൊക്കെ ഉണ്ടാക്കണത് അതാണ് ഇവിടെ കാണിച്ചേക്കണം. അത് ഇതേ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു ബേക്കറി എന്നുള്ളൊരു രീതിയിൽ. നമ്മളിപ്പോൾ അടുത്തൊരു റൂമിലേക്കാണ് കയറിയേക്കണം. അപ്പോൾ ഈ റൂമിൽ മൊത്തത്തിൽ ഇങ്ങനെ ഈ ക്രിസ്മസ് ഗിഫ്റ്റ് കൊണ്ടുവരുന്ന ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്.
ഇങ്ങനെ ഫുൾ അവരിങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പല മോഡലിലുള്ള വണ്ടികളാണ്. ഒരറ്റം തുടങ്ങി ഒരറ്റം വരെയാണ് അവരിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഇങ്ങനെ മേളിലായിട്ട് ഇങ്ങനെ ഓരോ രൂപങ്ങളും വെച്ച് അവരിങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ ഒരു വണ്ടിയിൽ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ ഗിഫ്റ്റുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അറേഞ്ച് ചെയ്തേക്കണം. അതുപോലെ തന്നെ കുറേ ഫോട്ടോസും ഒക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് ഇവിടെ വരുന്ന ആളുകളുടെയൊക്കെ തൊപ്പി കാണാൻ നല്ല രസമുണ്ട്. ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ടും പല ഭംഗിയിലുള്ള ക്രിസ്മസ് തൊപ്പികളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വീണ്ടും ഒരു ക്രിസ്മസിൻ്റെ ഗിഫ്റ്റ് ഷോപ്പിലാണ് വന്നേക്കണത്. നല്ല ഭംഗിയിലാണ് ഇവിടുത്തെ ഓരോ ഷോപ്പുകളൊക്കെ അറേഞ്ച് ചെയ്തേക്കണത്. ഇവിടെ സുവനീറും സാധനങ്ങളൊക്കെയാണ്, പിന്നെ ഗിഫ്റ്റുകൾ അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെയാണ് ഇവിടെ വിൽക്കാൻ വെച്ചേക്കണം. ഒക്കത്തിന് നല്ല വിലയാണ്. ബാഗുകൾ, തൊപ്പികൾ, പല പല ഐറ്റംസുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആരും വാങ്ങണമെന്നില്ല കേട്ടോ, എല്ലാവരും ഇങ്ങനെ ചുറ്റിക്കറങ്ങി കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ പോവുകയാണ്. പ്രത്യേകിച്ച് ചൂടും കിട്ടുമല്ലോ, അതാണ് എല്ലാവരുടെ പ്രധാന ഉദ്ദേശം. പിന്നെ അതേ ഈ ഷോപ്പിൻ്റെ അകത്ത് കണ്ടിട്ടുള്ളതായത് ഒരു വെറൈറ്റി കാറാണ്. കാറിൻ്റെ കളർ കണ്ട് നോക്കിക്കണ്ടേ, നല്ല രസമുണ്ടല്ലേ കാണാൻ. എല്ലാവരും ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കൊടുത്തായിരുന്നേ. ഇതിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ ക്രിസ്മസ് ട്രീയും ഒരു പട്ടിയും ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് എന്തായാലും കാണാനായിട്ട്. നമ്മളങ്ങനെ കുറച്ച് നേരം അതിൻ്റെ അകത്തൊക്കെ ചുറ്റിക്കിറങ്ങി വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിനി തിരിച്ചു പോകാമെന്നുള്ള രീതിയിലാണ്. ഇതിനിപ്പോൾ നടന്ന് തീരാതെ ഒരു രക്ഷയുമില്ല. പിന്നെ അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ ഇടയിൽ ഇരിക്കാനായിട്ട് ഒരുപാട് ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ തണുപ്പായതുകൊണ്ട് ആരും അങ്ങനെ ഇരിക്കണമെന്നും കാണണമെന്നില്ല. നമ്മളങ്ങനെ വീണ്ടും ഒരു ഷോപ്പിൻ്റെ അകത്ത് കയറി. ഇത് ഫുള്ള് നേരത്തെ ഞാൻ കാണിച്ച പോലത്തെ ഷോപ്പുകൾ കൂടാതെ ഇങ്ങനെ ഈ ഫുഡുകളും കിട്ടും കേട്ടോ. അതായത് ഹോട്ട് ചോക്ലേറ്റ്, പിന്നെ പോപ്കോൺ, അതൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് കിട്ടുന്നുണ്ടായിരുന്ന. ഇവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ ഒന്നും വാങ്ങിയിട്ടുണ്ടായില്ല, പുറത്ത് പോയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ എന്താ പറയുക, തണുപ്പായിട്ടാണ് വേഗം തന്നെ ഇറങ്ങിയത്. അല്ലെങ്കിൽ പതുക്കെ കാഴ്ചയൊക്കെ കണ്ട് ഇറങ്ങുള്ളൂ. ഇന്നിപ്പോൾ 10 മണി വരെ ഉണ്ടായിരുന്നേ. ഇത് നോക്കിക്കേണ്ട ഒരു അമ്മൂമ്മ, പ്രായമായിട്ടോ, അവർക്ക് നടക്കാൻ കൂടി വയ്യെങ്കിൽ പോലും അവർ ഈ കാഴ്ച കാണാനായിട്ട് വീൽ ചെയറിലൊക്കെ ഇരുന്ന് വന്നേക്കണാണ് കാണുന്നത്. എന്തായാലും നല്ല രസമുണ്ടല്ലേ, എന്തോരം ആളുകളാണെന്ന് അറിഞ്ഞാൽ. നമ്മളങ്ങനെ പുറത്തിറങ്ങിട്ടോ ഗെയ്സ്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. തണുത്തിട്ട് ചെയ്യാം. ഞാൻ ടാറ്റയെ ബൈ ബൈ ഒക്കെ പറഞ്ഞെങ്കിലും പിന്നെ വിചാരിച്ചു ഫുഡ് കഴിക്കണം കൂടി ഒന്ന് വീഡിയോയിൽ കാണിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാമെന്ന്. അപ്പോൾ അതേ നമ്മൾ നടക്കണ വഴിയിൽ കണ്ടതാണ് ഇത്. കണ്ടോ, ഇത് കുറച്ച് വെള്ളം വീണിട്ട് പെട്ടെന്ന് തന്നെ ഐസായി പോയിട്ടോ. ഇവിടെ അത്രയ്ക്ക് തണുപ്പാണ്. -2 ആണെങ്കിലും നല്ല തണുപ്പായിരുന്നു. കണ്ടോ, കട്ട പിടിച്ച് കിടക്കണം, ഐസും കട്ട പോലെ. ഇത് നമ്മൾ തൊടുമ്പത്തേനും സ്ലിപ്പായി പോവുകയുണ്ട്. ഇതിങ്ങനെ വെള്ളം വീണതാണ്, എന്നിട്ടത് കട്ടയായി മാറി. എന്താല്ലേ അങ്ങനെ. അപ്പോൾ പിന്നെ വേറൊരു കാഴ്ചയാണ് ഇതാണ്. ഒരു കാറിൻ്റെ മേളിൽ ഇത് കണ്ട ക്രിസ്മസ് ട്രീ ഇങ്ങനെ അതിന് വേണ്ടി സെറ്റ് ചെയ്യാൻ വേണ്ടി ട്രീ വെച്ചേക്കണതാണ് കാണുന്നത്. ഇതിങ്ങനെ മിക്ക കാറുകളിലും നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഈ ഒരു സീസണിൽ മിക്കവരും ഇങ്ങനെ ട്രീസൊക്കെ വാങ്ങി ഇങ്ങനെ കൊണ്ടുപോകുന്നത് വീട്ടിലിങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ. എന്തായാലും നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. എന്ത് വലിയ ട്രീ ആണത്. എവിടെ നോക്കിയാലും അങ്ങനത്തെ ട്രീകൾ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇവിടെ നോക്കിയാലും റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചേക്കണ കാണാം. നമ്മളങ്ങനെ അതേ വേറൊരു റെസ്റ്റോറൻറ്റിൽ, അവിടെ അടുത്ത് തന്നെയുള്ള റെസ്റ്റോറൻ്റ് കേട്ടോ, ഒരു അമേരിക്കൻ റെസ്റ്റോറൻ്റാണ്. നമ്മളവിടെ അങ്ങനെ കയറി. നല്ല തിരക്കായിരുന്നേ. രാത്രി 1 മണി വരെ ഉണ്ടായിരുന്നു ആ റെസ്റ്റോറൻറ്റ്. കാരണം എന്ന് വെച്ചാൽ അവിടെ ഫുള്ള് ഇങ്ങനെ TV ഒക്കെ വെച്ച്, ഇവിടെ എന്തോ ഒരു ഗെയിമൊക്കെ, അതായത് എന്തോ സ്പോർട്സ് ചാനലൊക്കെ വെച്ച് ഇങ്ങനെ ആളുകളെ ഇതാക്കി നിർത്തിയൊക്കെയാണ്. നമ്മളങ്ങനെ 1-2 ഐറ്റംസുകളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് കാണിച്ച ചീസി ഫ്രൈസ് ആണ്. പിന്നെ 2 തരത്തിലുള്ള സാലഡുകൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ചിക്കനൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള സാലഡ്. അതിൽ എനിക്ക് ചീസി ഫ്രൈസ് ആണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇത് നല്ല രസമുണ്ടായിരുന്നു. ബാക്കിയൊക്കെ കുഴപ്പമില്ലാന്നേ പറയാൻ പറ്റുള്ളൂ, നോർമൽ ടേസ്റ്റ് ആയിരുന്നു. ഇത് ഓണിയൻ റിങ്സ് ആണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നിങ്ങൾ കഴിച്ചിട്ടില്ല, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുമല്ലോ ഈ ഓണിയൻ റിങ്സ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്കിത് വീട്ടിലൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കി നോക്കാം. നമ്മളങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഇനി നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ പറയണമെന്നില്ല. അപ്പോൾ ഇനി അമേരിക്കയിലെ പുതിയ വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.